CJP പ്രക്ഷോഭത്തിനിറങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസുകൾ തമിഴ്നാട് സർക്കാർ എഴുതി തള്ളുകയാണെന്ന് പറഞ്ഞു. ഒരു വാർത്ത വന്നിരുന്നു. തമിഴ്നാട് മാത്രമല്ല, ഡൽഹിയും ബീഹാറും അസം പോലെയുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേസ് എഴുതി തള്ളുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം അങ്ങനത്തെ ഒരു വാർത്തകൾ വന്നു കണ്ടില്ല. സത്യത്തിൽ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ BJP-നെ ഭയന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ BJP-നെ ഭയന്നിട്ടാണോ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോവാത്തതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അസമൊക്കെ ഭരിക്കുന്നത് ആരാണ്? അത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. എന്ന് പറഞ്ഞാൽ RSSനേക്കാൾ വലിയ RSSകാരനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും അവിടെ എഴുതിത്തള്ളേണ്ടി വന്നതിൻ്റെ കാരണം ഈ പ്രൊട്ടസ്റ്റിനെ ഭയന്നിട്ടാണ്. കാരണം ഇത്തരം പ്രൊട്ടസ്റ്റുകളെ ഭയക്കുകയും സ്വാഭാവികമായിട്ടും എഴുതിത്തള്ളിയില്ലെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ താങ്കൾ ചോദിച്ചൊരു കാര്യം, കേരളത്തിൽ എന്തുകൊണ്ടാണ് അത്തരം നടപടികളിലേക്ക് കിടക്കാത്തത്? കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ആ നടപടികളിലേക്ക് ഗവൺമെൻറ് കടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ മടിയോടുകൂടി കടന്നുണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കേരളവും ഭരിക്കുന്നത് BJP ആണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ അവിടെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആൾ തന്നെ നമുക്കറിയാം, DK ശിവകുമാർ അവിടെ സമരത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ വലിച്ചഴിച്ച് പോലീസുകാർ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവിടെ എങ്ങനെയാണ് നിന്നിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് അദ്ദേഹം അവിടെ സമരത്തിൽ തന്നെ, അതായത് പറഞ്ഞു പറ്റിച്ച് വിളിക്കുന്നൂടാ എന്നുള്ള മട്ടിലാണ്. അതായത് ഗാർഗയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പുള്ളി ആശംസ അറിയിക്കാനും പറ്റുമെങ്കിൽ പുള്ളി അവിടെ നിന്ന് ഒരു ഈ പറയുന്ന പോലെ റോസ് വെല്ലറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറിയോ പോലെയുള്ള കേക്ക് കഴിച്ചിട്ട് പോരാം എന്നൊക്കെയാണ് പുള്ളി വിചാരിച്ചത്. അപ്പോൾ അത് പുള്ളി വിചാരിച്ചു. അത് നടക്കാത്തതിൻ്റെ ചെറിയ അസ്ക്യത പുള്ളിയുടെ മുഖത്ത് നമുക്ക് കാണാം. ഒന്ന്, ഇനി ഇത് വിട്ടേക്കൂ, നിങ്ങൾ ഈ കാര്യം തന്നെ വിട്ടേക്കൂ, ഈ പ്രശ്നം വിട്ടേക്കൂ. ഇവിടെ ഏത് നിലപാടിലാണ് BJPക്ക് അനുകൂലമായി നിൽക്കാത്തത്? അതാണ് അടുത്ത ചോദ്യം. ഇപ്പം ഈ കേസ് പിൻവലിച്ചില്ല എന്നുള്ളത് ഓക്കെ, പിൻവലിക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. ഞാൻ പറയുന്നത് PM ശ്രീയിൽ എന്താണ് പറഞ്ഞ നിലപാട്? PM ശ്രീയിൽ അവിടെ അബ്ദുൾ വഹാബും ബാക്കിയുള്ള ആളുകളും ഇത് പിൻവലിക്കാമെന്നുകൊണ്ട് ഇവിടെ പിൻവലിക്കാതെ ഇപ്പോഴും പുള്ളി പറയുന്നത് ഉപസമിതി ഉണ്ട്, ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ട്, ആ സബ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനാണെങ്കിൽ ഇപ്പം തന്നെ പിന്മാറാം, അതല്ല നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ പോയാൽ മതി. ഇതൊരു കാര്യം. വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പുള്ളി എന്താ പറയുന്നത്? 11 പേരെ വെക്കണമായിരുന്നു, അതിൽ 9 പേരെ പിണറായി സർക്കാർ വെച്ചു, 2 പേരെ ഞങ്ങൾ ഷോർട്ട്ലി വെക്കും എന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞേക്കണത് ഐ വിൽ, ഈ പറയുന്ന പോലെ ഒബേ ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദാറ്റ് ആക്ട് എന്നാണ്. അതായത് ആക്ട് അനുസരിച്ച് ഐ വിൽ സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ദ പോളിസി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൃത്യമായി ചെയ്യും എന്നാണ് പറഞ്ഞേക്കണത്. ഇത് 2. ഇനി ഇതൊക്കെ പോട്ടെ, വളരെ പ്രകടമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ കുറച്ചുകൂടി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ഇരിക്കാം. പ്രകടമായിട്ടുള്ള കാര്യം എന്താ? സുഗതൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? സുഗതൻ്റെ കാര്യത്തിൽ എൻ്റെ കയ്യിൽ ഓർഡർ ഇരിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ. സുഗതൻ്റെ കാര്യത്തിൽ സുഗതൻ ചോദിച്ചത് എസ്കോട്ട് പരോൾ കിട്ടുമോ എന്നാണ്. അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്ന് പോലീസുകാരുടെ എസ്കോട്ടോടുകൂടി വന്ന് പൊതു നടപടിക്രമങ്ങളിൽ പങ്കെടുത്തിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അയോഗ്യനാകും, പ്ലീസ് എന്നെ അതിനെ അനുവദിക്കൂ, പരോള് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. എന്താണ് തിരിച്ചെഴുതിയേക്കണ? നമിത എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറി കൊടുത്തേക്കണ കത്തിൻ്റെ മറുപടി ഉണ്ടല്ലോ, ഒരു 1.5 മറുപടിയാണ്. അതുപോലത്തെ ഒരു മറുപടി കേരളത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ വില്ലേജ് ഓഫീസിൽ തന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുമെന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, അല്ലാതെ വേറെ മറുപടിയൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. ഇത് സുഗതനോട് ശരിക്കും പറഞ്ഞാൽ വളരെ കരുതലാണ് കാണിച്ചേക്കുന്നത്. ആ കരുതൽ എന്നാലും സുഗതനോട് പറയുന്നത് ഞങ്ങൾ ഇത് നിരസിക്കുകയാണ്, പക്ഷെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞാണ്. പക്ഷെ അത് അത്തരം വാചകങ്ങൾ നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടിക്കൊള്ളാം. അതിൻ്റെ ഇംപ്ലൈഡ് ആയിട്ടുള്ള അർത്ഥം അതാണ്. ഡോണ്ട് വറി മോനെ, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഞങ്ങളിത് നിരസിച്ചതുകൊണ്ട് യോഗ നടപടിക്രമങ്ങളിലോ കൗൺസിലിലോ ഒന്നും പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളത് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധി അപേക്ഷ നൽകാം 6 മാസത്തേക്ക്. അവധി അപേക്ഷ 6 മാസത്തേക്ക് നൽകുകയും കൗൺസിൽ അത് വോട്ടിനിട്ട് നിങ്ങൾ അത് പാസ്സാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 6 മാസത്തേക്ക് അയോഗ്യനാക്കാതിരിക്കാം. അതായത് ഒരു പൂ ചോദിച്ചിട്ടുള്ള സുഗതന് ഒരു പൂക്കാലവും പൂന്തോട്ടവും തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വസന്തം കാലം അങ്ങനെ തന്നെ കൊടുത്തു. പൂന്തോട്ടം പോലും അല്ല. എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഉപദേശവും കൂടി കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ആർക്കാണ്? ഞാൻ പറയണത് BJPക്കാരനാണെങ്കിലും പോട്ടെ, സുഗതൻ BJPക്കാരനാണെന്നെങ്കിൽ സുഗതൻ്റെ പേരിലുള്ള കേസ് എന്താണ്? 19 കേസാണ്. ആ 19 കേസിൽ ഒരെണ്ണം മാത്രമേ രാഷ്ട്രീയമായി എന്ന് പറയാവുന്ന കേസുള്ളൂ.
ബാക്കി 5 വധശ്രമമാണ്. ബാക്കിയുള്ള കേസുകളെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അതിനേക്കാൾ മോശപ്പെട്ട കേസുകളാണ്. ആ കേസുകളിൽപ്പെട്ടൊരു പ്രതി പാതിരാത്രി വീട്ടിലെത്തിയപ്പോൾ ആകാശത്തേക്ക് വെടിവെച്ചാണ് പോലീസ് പിടിച്ചത് തന്നെ. കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവർ കീഴടങ്ങും. അപ്പം അങ്ങനെ പിടിച്ചതാണ്. എന്നിട്ടാണ് ഈ സുഗതൻ ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ കൗൺസിലറായി തുടരട്ടെ എന്ന് പറയുന്ന കരുതലാണ് സതീശ മേനോൻ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇനി അതും പോട്ടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ഇതുപോലെ തന്നെ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെ ഭരിക്കുന്നതെന്ന് ആലോചിക്കണം, മുസ്ലിം ലീഗ് KM ഷാജി. അപ്പം അതുകൊണ്ട് സുഗതനെ പോലെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കുക, അല്ലാതെ ഈ മറ്റേ 10 നീറ്റ് പരീക്ഷയിൽ കുട്ടികൾ മരിച്ചതിനെതിരെ സമരം ചെയ്തവരെയൊന്നും അതൊന്നും സംരക്ഷിക്കേണ്ട ആവശ്യം. അവരൊരു സമരം ചെയ്തിട്ട് കേസ് വന്നവരാണ്, അവരെ നമ്മൾ ശരിയാപ്പെടുത്തണം. അവരെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യരുത്, വിടരുത്. ആ സമയം ഇതെന്ന് പറഞ്ഞൊരു 19 കേസുള്ള ഒരു ക്രിമിനൽ നമുക്ക് വേണ്ടപ്പെട്ടവനാണ്, നമ്മളത് പാവല്ലേ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പം അതുകൊണ്ട് അതുമായിട്ട് വേണം നിങ്ങൾ കമ്പയർ ചെയ്യാൻ. നാണിച്ച് നഖം കടിച്ചാണ് പുള്ളി എന്ത് ചെയ്യണേ. യഥാർത്ഥത്തിൽ അവിടെ രാഹുൽ ഗാന്ധി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ, RSSനെതിരെയും RSSൻ്റെ മറ്റേ വിദ്യാഭ്യാസത്തിൽ സംഘീവൽക്കരണം നടക്കുന്നതിനെതിരെയും വൈസ് ചാൻസലർമാരെ RSS നിശ്ചയിക്കുന്നതിനെതിരെയും പ്രഹ്ലാദ് ജോഷി വന്നിട്ട് പോലും യാതൊരു മാറ്റമില്ല. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി RSS ആണെന്ന് പറയുമ്പോഴാണ് ഇവിടെ PM ശ്രീ നടപ്പാക്കണമെന്ന് പുള്ളി പറയണത്. ഇതെന്താണ്? അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദാനിയുടെയും മോദിയുടെയും ഒക്കെ സ്വന്തം മുഖ്യമന്ത്രിയാണ്. നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോലെ, തെറ്റിദ്ധരിക്കുമ്പോൾ ഈ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കാര്യങ്ങൾ ക്ലിയറാണ്, ക്ലാരിറ്റിയോടുകൂടി കാണാം. അതാണ് ഈ സംഭവിക്കുന്നത്.